സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഒരു നല്ല കുടുംബ ജീവിതം ഉണ്ടാകണം എന്നത് തീരുമാനിക്കേണ്ടത് കല്യാണത്തിന് മുമ്പ് തന്നെ. എന്താ അങ്ങനെ പറയാൻ കാരണം ഞാൻ എല്ലാ ചെറുപ്പക്കാരോടും പറയട്ടെ, ഇപ്പൊ ഒരു പെണ്ണ് കാണൽ എന്നൊരു ചടങ്ങുണ്ട്, പെണ്ണ് കാണൽ. അതുകൊണ്ട് എല്ലാ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരും ഇപ്പൊ ഇതും കേട്ടിട്ട് കല്യാണം കഴിഞ്ഞവരൊക്കെ രണ്ടാമത്തെ ഒരു കെട്ടിന് വേണ്ടി അതിനൊന്നും പോകണ്ട. ആദ്യം ഞാൻ കുറെ മറ്റൊക്കെ ചെയ്തതിന് ഇനിയിപ്പോ ഈ ഹലാലായ രൂപത്തിലുള്ള ആലോചന തന്നെ ആകട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനൊന്നും വേണ്ട. അത് ഉള്ളത് മട്ടം പോലെ കൊണ്ടുപോകാൻ നോക്കിയാൽ മതി. അല്ല, കല്യാണം കഴിക്കാത്തവരോടെ ഞാൻ പറയണേ, ചെറുപ്പക്കാർ മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്, ഒരു നല്ല ആലോചന വന്നാൽ ചില ചെറുപ്പക്കാരുണ്ട് കുറെ ഫോട്ടോ നോക്കും. ഇന്നിപ്പോ ആവശ്യപ്പെടുന്നത് വാട്സപ്പിൽ അയക്കാനാണ്. വാട്സപ്പ് ഉണ്ടല്ലോ, അങ്ങനെ വാട്സപ്പിൽ അയക്കാൻ പറയും. അങ്ങനെ വാട്സപ്പിൽ നോക്കും. ചെറുപ്പക്കാരെ, വാട്സപ്പിൽ നോക്കിയിട്ട് ഉറപ്പിക്കുന്നത് ആവശ്യമില്ല. അങ്ങനെ ഒരു പെണ്ണ് കാണൽ ഇസ്ലാമിലില്ല. അതേസമയം നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഒരു നല്ല ആലോചനയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളെ ഉമ്മാനോട് പോയി പറയണം. അതുപോലെ നിങ്ങളെ പെങ്ങന്മാരോട് പോയി പറയണം. ആ ഉമ്മയും പെങ്ങന്മാരും നിങ്ങൾക്ക് വേണ്ടി ആ പെണ്ണിനെ അങ്ങ് നോക്കൂ. അപ്പൊ ഉമ്മാക്ക് മനസ്സിലാകും, പെങ്ങന്മാർക്ക് മനസ്സിലാകും. ഉമ്മാക്ക് മനസ്സിലാകും എന്റെ മകന് പറ്റിയ പെണ്ണാണിത്. പെങ്ങന്മാർക്ക് മനസ്സിലാകും നമ്മുടെ സഹോദരന് പറ്റിയ പെണ്ണാണിത്. അപ്പൊ പിന്നെ അവർക്ക് ഏകദേശം റെഡിയാകുന്ന വിധത്തിലുണ്ടായാൽ പിന്നെ നീ പോയി നോക്കണം. അല്ലാതെ സുബ്ഹാനല്ലാഹ്, ഇവനൊരു 10-15 പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. അവസാനം കല്യാണം കഴിക്കുന്നത് 16ാമത്തെ പെണ്ണിനെയാണ്. അങ്ങനെയാണെങ്കിൽ ചെറുപ്പക്കാരാ, ഈ ആദ്യം കണ്ട 15 പെൺകുട്ടികൾ ഇനി കണ്ടില്ലേ? അവരെ നീ അവരിൽ ഒരു പെണ്ണിനെ പോലും നീ തെരഞ്ഞെടുത്തില്ലല്ലോ. ആ പെണ്ണിന്റെ മനസ്സിൽ വല്ലാത്ത ദുഃഖമാണല്ലോ, സങ്കടമാണല്ലോ. പിന്നെ 16ാമത്തതൊന്ന് നോക്കിയിട്ട് നീ ഉറപ്പിച്ചാലോ? ഈ കഴിഞ്ഞ 15 പെൺകുട്ടികളെ മനസ്സ് വേദനിപ്പിച്ചു എന്ന ഒരു ശാപം നിനക്കില്ലയോ? പിന്നെ 16ാമത്തൊരു പെണ്ണിനെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് നിന്റെ കുടുംബ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകൂല. മനസ്സിലാക്കണം. അപ്പൊ അതിന് പകരം നമ്മൾ ചെയ്യേണ്ടുന്നത് നേരിട്ടൊരു പെണ്ണ് കാണൽ ചടങ്ങാണ്. അതിനാദ്യം ഉമ്മ കാണട്ടെ, ആദ്യം പെങ്ങന്മാര് കാണട്ടെ, പിന്നെ നീ പോയി കാണണം. അങ്ങനെ നീ പോയിട്ട് കാണേണ്ടുന്നത് എന്താണ്? പോയിട്ട് പേര് ചോദിക്കലല്ല. എന്റെ പേരെന്താണ്, നീ എത്ര പഠിച്ചിന്, നിനക്ക് മങ്കൂസ് മൗലൂദിന്റെ ഹദീസ് ഓതാൻ അറിയോ, ബദർ മൗലൂദിന്റെ ഹദീസ് എല്ലാം ഓതാൻ അറിയോ? അങ്ങനൊന്നും ചോദിക്കാനൊന്നുമില്ല. അതൊക്കെ ഉമ്മ ചോദിച്ചാൽ മതി. അതേ സമയത്ത് ഈ പെണ്ണ് കാണാൻ പോയ അവൻ ചെയ്യേണ്ടുന്നത് കാണാൻ വരിക. എന്താ കാണേണ്ടത്? പെണ്ണിന്റെ മുങ്കൈ കാണും, പെണ്ണിന്റെ മുഖം കാണും. ഈ 2 സ്ഥലമല്ലാത്ത വേറെ സ്ഥലം കാണാം. എന്നോടൊരാൾ പറഞ്ഞു, ഉസ്താദേ, പിന്നെ പെണ്ണ് കാണാൻ വേണ്ടി വന്നപ്പോ ഈ പെണ്ണിനോട് ഇവൻ പറയാണ്, നീ ഒന്ന് നടക്ക് നോക്കട്ടെ, നിന്റെ കാലൊക്കെ ശരിയുണ്ടോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അതൊന്നും നീ നോക്കാൻ പോകണ്ട, അതൊക്കെ ഉമ്മ നോക്കിക്കോട്ടെ, അതൊക്കെ പെങ്ങന്മാർ നോക്കിക്കോട്ടെ. നീ ചെയ്യേണ്ടുന്നത് പെണ്ണിന്റെ മുങ്കൈ നോക്കുക, മുഖം നോക്കുക, എന്നിട്ട് മടങ്ങി വരിക. ഞാൻ പറഞ്ഞു വന്നത്, അതിന് പകരം ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുടുംബജീവിതം സന്തുഷ്ടമായ കുടുംബജീവിതമാകലെങ്ങനെ? ഇസ്ലാമികമായ കല്യാണമാണെങ്കിലല്ലേ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതമാവുക. അതേസമയം ഇന്ന് പെണ്ണ് കാണൽ ചടങ്ങ്, അതിലൂടെ തന്നെ അനാചാരം നടക്കുന്നു. പെണ്ണ് കാണാൻ വരാന്നല്ലാതെ അതിന് പകരം അവിടെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്.
ഈ പെണ്ണിന്റെ ഉപ്പമാര് മനസ്സിലാക്കണം, ഈ പെൺകുട്ടികൾ ഉപ്പമാര് മനസ്സിലാക്കണം, ഒരിക്കലും നിക്കാഹിന് മുമ്പ് നിങ്ങളെ ഭാവി മരുമകനെ നിങ്ങളെ മകളെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കാൻ പാടില്ല. അതേസമയത്ത് ഈ പെൺകുട്ടികളെ ബാപ്പാക്ക് ഒരു സമാധാനം കിട്ടണില്ല. ഇവൻ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുത്താലേ ഇയാൾക്ക് ഏകദേശം ഇത് ഉറപ്പായി ഇനി കല്യാണം നടക്കും എന്ന് ഇയാൾക്ക് ഉറപ്പാണ് നപ്പടാ. അപ്പൊ ഇയാൾ ഒന്ന് പറഞ്ഞു കൊടുക്കും, ഒന്ന് നിന്നു കൊടുത്തു മോളെ, ഒന്ന് നിന്നു കൊടുത്തു മോളെ. ചിലപ്പോ ഈ പെൺകുട്ടി ചിലപ്പോ മാറി നിന്നെങ്കിലും ഇയാൾ പറയും, ബാപ്പ പറയും, ഉമ്മ പറയും, എന്താണേ നിനക്ക് ഒന്ന് നിന്നു കൊടുക്കണേ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു നയം വേണ്ട, നിന്നു കൊടുക്കാൻ പാടില്ല, അങ്ങനെ ഫോട്ടോ എടുക്കാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, വളരെ ഗൗരവത്തിൽ ചോദിക്കട്ടെ, ഓ ബാപ്പമാരെ, നിങ്ങളതാ നിങ്ങളെ പെൺകുട്ടിയെ അവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നിർബന്ധിച്ചു. അങ്ങനെ ഫോട്ടോ എടുത്തു. അവൻ നിങ്ങളെ മരുമകനല്ല, നിങ്ങളെ മകളെ കല്യാണം കഴിഞ്ഞിട്ടില്ല, നിക്കാഹ് നടന്നിട്ടില്ല. അതേ സമയം ചിലപ്പോൾ നിക്കാഹിന് മുമ്പ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇവൻ നല്ല പുതിയാപ്പിളയല്ല, ഇവൻ പോയെടുത്തൊക്കെ കെട്ടും തന്നെ ഇവന്റെ പണിയാണ്, എന്റെ മകളെ കല്യാണം കഴിക്കാൻ മാത്രം വന്നവനല്ല. ഒരു കൊടകിൽ തന്നെ 3 കെട്ട് കെട്ടിയിട്ടുണ്ട്, കൊടകിൽ 3 കെട്ടിയിട്ടുണ്ട്, ദക്ഷിണ കന്നഡയിൽ 1 കെട്ടിയിട്ടുണ്ട്, ഇങ്ങനെ ചിക്കമാംഗ്ലൂരിൽ വേറൊന്ന് കെട്ടിയിട്ടുണ്ട്. ഇവൻ 4 ഒതുക്കിയോനൊന്നുമല്ല. അതേ സമയം ഇങ്ങനെ പോയെടുത്തൊക്കെ ഇവൻ കല്യാണം കഴിക്കും. പിന്നെയോ ഇവനതാ ചീട്ടുകളിക്കാരനാണ്, വ്യഭിചാരിയാണ്, മദ്യപാനിയാണ്, മയക്കുമരുന്നിന് അടിമപ്പെട്ടവനാണ്. ഇങ്ങനെയൊക്കെ മനസ്സിലായപ്പോ പിന്നെ ഇവനെ വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഇവൻ സമ്മതിക്കൂല. ഇവൻ പറയും, നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും സാരമില്ല, അതേ സമയം നിങ്ങളെ മകളെ കൂടെ നിന്നിട്ടെടുത്തൊരു ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, ഞാൻ ആ ഫോട്ടോ എല്ലാ വാട്സപ്പിലും ഷെയർ ചെയ്യും, എല്ലാ ഫേസ്ബുക്കിലും ഞാൻ അപ്ലോഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ എഴുതും, ഇവളുമായി എനിക്ക് അവിഹിത ബന്ധമുണ്ട് എന്ന് ഞാൻ എഴുതും. പിന്നെ ഇവളെ കല്യാണം കഴിക്കാൻ ഒരു മാന്യനായ പുതിയാപ്പിളയെ കിട്ടൂല. എല്ലാവരും അതാ അവിടുന്ന് വിധിച്ചു, ഇവൾക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് വിധിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരിക്കലും അതിന് അവസരമുണ്ടാക്കി കൊടുക്കരുത്. വേറെ ചില സ്ഥലത്തുണ്ട്, കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല, നിക്കാഹ് നടന്നിട്ടില്ല, പിന്നെ ഒന്ന് നോക്കി ഉറപ്പായതേ ഉള്ളൂ, രണ്ടാൾ ഒന്നിച്ചിരുന്ന് അവിടെ തന്നെ ഭക്ഷണം കഴിക്കുകയാണ്. പാടില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരുപാട് തോന്നിവാസങ്ങളുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞോട്ടെ, നിക്കാഹ് നടക്കുന്നത് വരെ മൊബൈൽ സംഭാഷണമില്ലേ? ഇന്ന് ഏത് ചെറുപ്പക്കാരനാണ് ഭാവി പുതിയ പെണ്ണിനോട് മൊബൈലിൽ സംസാരിക്കാത്ത ചെറുപ്പക്കാർ വളരെ കുറവാണ്.